അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും PSC അറബിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. കുറേ കാലങ്ങളായിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ PSC അറബിക്കിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ജാഹിലിയ കാലഘട്ടം മുതലുള്ള അറബി സാഹിത്യം, ബലാഗ, നഹ്വ്, അറൂദ, പെഡഗോജി, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസങ്ങളായി കൊണ്ട് ബ്രൈറ്റ് അക്കാദമിയിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഇന്നു മുതൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കിലും മുൻകഴിഞ്ഞ PSC പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതുവരെയും PSC പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവര്, പഠിക്കാൻ ശ്രമിക്കാത്തവര് എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നു മുതലുള്ള വീഡിയോകൾ കണ്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോ നമുക്ക് അറിയാം, അറബി ഭാഷ ആണ് നമ്മൾ പഠിക്കുന്നത്. അറബി ഭാഷ പണ്ഡിതരാവാനാണ്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ അധ്യാപകരാകാനാണ് നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോ എന്താണ് അറബി ഭാഷ? അറബി ഭാഷയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ബേസിക് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ അസ്ലു ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും സാധാരണ ചോദിക്കാറുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോ നമുക്ക് ഒരു ചോദ്യത്തിന് തുടങ്ങാം. സുമിയത്തുൽ അറബിയ ബി ഇസ്മി, എന്ത് പേര് പറഞ്ഞിട്ടാണ് അറബിയ എന്ന പദം നമ്മൾ പറയാറുള്ളത്? അല്ലെങ്കിൽ എന്തിനോട് ചേർത്ത് കൊണ്ടാണ് അറബിയത്ത് നമ്മൾ പറയാറുള്ളത്? ഇസ്മായിലിലേക്ക് ചേർത്ത് കൊണ്ടാണോ? ഖുറൈശികളിലേക്ക് ചേർത്ത് കൊണ്ടാണോ? ഇഅ്റബ് ബിൻ ഖഹ്താനിലേക്ക് ചേർത്ത് കൊണ്ടാണോ? സഊദിയ, നമുക്കറിയാം അറബി ഭാഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പെട്ടെന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് ചേർത്ത് കൊണ്ടാണോ എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് മുമ്പ് എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അല്ലെ, ഇഅ്റബ് ബിൻ ഖഹ്താൻ എന്നുള്ളതാണ്. ഈ ഇഅ്റബ് ബിൻ ഖഹ്താൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ യാരിബ് ബിൻ ഖഹ്താൻ എന്നും പറയാറുണ്ട്. അറബികൾ രണ്ട് രൂപത്തിലാണ് പറയാറുള്ളത്. കാരണം അവർക്ക് ഈ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാനുള്ള ഇഷ്ടമല്ല. യാരിബ് ബിൻ ഖഹ്താൻ എന്നും അവര് പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. ഇത് അറബികളുടെ ജദ്ദിന്റെ പേരാണ് ഇഅ്റബ് ബിൻ ഖഹ്താൻ. ചില പണ്ഡിതന്മാര് പറയാറുണ്ട് അത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മകനാണ്. അല്ല, ചില ആൾക്കാർ പറഞ്ഞു ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ചില ആൾക്കാർ പറഞ്ഞു ആബിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകനാണ് ഇഅ്റബ് ബിൻ ഖഹ്താൻ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോ അങ്ങനെ നമുക്കറിയാം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലേക്ക് അറബികളുടെ നിസ്ബം അടങ്ങുന്നുണ്ട്. നമ്മളത് പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളത് പിന്നീട് നമ്മൾ പറയും, ഓരോ സ്ഥലത്ത് നമ്മളത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ ബേസിക്കലി കത്തുക എന്താണ്, ഇഅ്റബ് ബിൻ ഖഹ്താനിലേക്ക് നിസ്ബ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇനി അൽ ലുഗത്തുൽ അറബിയ ലഹ ഇസ്മുൻ ഖാസുൻ, ഇനി അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ്. ലുഗത്ത് UN, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന ഹൈഅത്തുൽ ഉമ്മമുൽ മുത്തഹിദയുടെ ഭാഷയാണോ? ലുഗത്തുൽ ലോദ് എന്നാണോ? ലുഗത്തുൽ അദബ് എന്നാണോ? ലുഗത്തുൽ ടെക്നോളജിയ എന്നാണോ? എന്താണ് അറബി ഭാഷയുടെ പ്രത്യേക പേര് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിൽ ഉത്തരങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അല്ലോദ് എന്നുള്ള പദമായിരിക്കും അല്ലെ. അല്ലോദ്, എന്താണ് ഈ ലോദ്? നമുക്കറിയാം അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകത കൂടിയാണ് അൽ ലുഗത്തുൽ അറബിയ ഹിയ ലുഗത്തുൽ ലാദ് എന്ന് പറയാനുള്ളത്. എന്താണ് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ലാദ് എന്ന അക്ഷരം അറബി ഭാഷയിൽ മാത്രമുള്ള, അഥവാ സെമറ്റിക് ഭാഷ, മറ്റു ഭാഷകളുണ്ടല്ലോ, ഇപ്പം ഫീനിക്കിയ, കനാനിയ, അബരിയ ഭാഷകളിലൊന്നുമില്ലാത്ത, സെമറ്റിക് സ്വഭാവമുള്ള മറ്റു ഭാഷകളാണ് അതെല്ലാം. അതിലൊന്നുമില്ലാത്ത ഒരു അക്ഷരമാണ് ലാദ് എന്ന് പറയുന്ന അക്ഷരം. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിലുള്ള ഒരേ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഹർഫാണ് അല്ലാദ് എന്ന് പറയുന്ന ഹർഫ് എന്നുള്ളത്. ഇനി ലൈസ മിൻ ഖസാഇസി അൽ ലുഗത്തുൽ അറബിയ, മൂന്നാമത്തെ ഒരു ചോദ്യമാണ്, അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ പെടാത്തത് എന്താണ്? അപ്പൊ അറബി ഭാഷയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ കഴിയാത്തത്ര
എന്തുണ്ട്, ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ അറബി ഭാഷയ്ക്കുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പെടാത്തത് ഏതാണ്? ലുഗത്തുൽ അംസാൽ എന്നാണോ, ലുഗത്തുൽ ഹദീസ് എന്നാണോ, ലുഗത്തുൽ ഖുർആൻ എന്നാണോ, ലുഗത്തുൽ ഇഷ്തിഖാഖ് എന്നാണോ? എന്താണ് അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ പെടാത്തത് എന്നുള്ളതാണ്. എന്തായിരിക്കും എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെ? യെസ്, നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ്, അൽ ലുഗത്തുൽ ഹദീസ എന്ന് പറയുന്നത് തെറ്റാണ്. മറ്റേ അംസാലുകളായിക്കോട്ടെ ഖുർആാനിന്റെ ഭാഷയാണ്. കാരണം അറബി ഭാഷ പ്രത്യേകമാക്കപ്പെടുന്നത് എന്താണ്, അത് ഖുർആൻ അവതരണീയമാകുന്നതിലൂടെയാണ് അത് കുറച്ചധികം പ്രശസ്തയാകുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് വേറിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അറബി ഭാഷ ഖുർആാനിന്റെ ഭാഷയാണ് എന്ന് പറയുന്നത് വേറിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സാധനമേ അല്ല നമുക്ക് ഈ സംഭവം. അതുപോലെ തന്നെ ലുഗത്തുൽ ഇസ്തിഖാഖ് നമുക്കറിയാം. ഇപ്പം ഒരു പദത്തിൽ നിന്ന് റൂട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പദങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഫഅല, ഫഅല, ഫഅലു എന്നൊക്കെ പല പല പദങ്ങളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ലുഗത്തുൽ ഹദീസ് എന്താണ്, ഇസ്തിഖാഖിന്റെ ഹദീസ് കൂടിയാണെന്നുള്ളതാണ്. ഇനി എന്താണ് ഖസായിസ് ലുഗത്തുൽ അറബിയ എന്ന് പറയുന്നത്? ഇറാബാണോ, ഹുറൂഫാണോ, മുത്തറാദിഫാത്തുകളാണോ, ബലാഗയാണോ? യെസ്, നമ്മള് നേരത്തെ പറഞ്ഞ ഇറാബുകളാണ്. ഇപ്പം ഇറാബുകള്, അതുപോലെ തന്നെ ദുഃഖത്തുൽ മഖ്റജുകൾ, നല്ല ശക്തിയായ മഖ്റജുകള്, അതുപോലെ തന്നെ മുസന്ന വിവചനങ്ങൾ, ഇതെല്ലാം എന്തിൽപ്പെട്ടതാണ്? അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഒരു ചോദ്യമാണ്, ഇന്നമൻ അഹബ്ബല്ലാഹ അഹബ റസൂല. അതായത് ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അവന്റെ റസൂലിനെ ഇഷ്ടപ്പെടും. അവൻ അഹബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബൽ അറബ്. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറബികളെയും അവൻ ഇഷ്ടപ്പെടും. അവൻ അഹബൽ അറബ, ആരെങ്കിലും അറബികളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഹബൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ ഇഷ്ടപ്പെടും. ഇത് ആര് പറഞ്ഞതാണ്? ഇങ്ങനെ ഒരുപാട് കോട്ടിങ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കോട്ടിങ്സുകൾ പല പല വിഷയങ്ങളെ പറ്റി പല പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള കോട്ടിങ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് ഈ തന്നിരിക്കുന്ന കോട്ടിങ്സ് ഇത് ആര് പറഞ്ഞതെന്നുള്ളതാണ്. ഇബ്നു തൈമിയ പറഞ്ഞതാണോ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണോ, ഇമറുൽ ഖത്താബ് പറഞ്ഞതാണോ, അബൂ മൻസൂർ സആലബി പറഞ്ഞതാണോ? ആര് പറഞ്ഞതാണ് ഈ കോട്ട് എന്നുള്ളതാണ്. ഇത് അബൂ മൻസൂർ അസ്സആലബി തന്റെ ഗ്രന്ഥമായിട്ടുള്ള ഫിഖ്ഹുൽ ലുഗ വസിറുൽ അറബിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുഖദ്ദമയിൽ പ്രതിപാദിക്കുകയാണ്. മൻ അഹബ്ബൻ നബിയെ വഹബ്ബ റസൂലഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറബി ഭാഷയെ തന്റെ മുഖദ്ദിമയിൽ അറബി ഭാഷയെ കുറിച്ച് പറയുന്ന തന്റെ മുഖദ്ദിമയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ള വരികളാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഏതാണ്? ഫിഖ്ഹുൽ ലുഗ വസിറുൽ അറബിയ എന്നുള്ളതാണ്. ഇനി ഇന്നൽ ലുഗ വഹീ മിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള എന്താണ്, ഒരു വഹിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഇതെന്താണ്, ഇത് ഏത് തിയറിയാണ് എന്നുള്ളതാണ് ചോദ്യം. നളരിയത്തു ഇസ്തിലാഹ് എന്ന് പറയുന്ന ഒരു തിയറിയാണോ, നളരിയത്തു മുഹാക്കാത്തുൽ അസ്വാത്തി മആനിഹ എന്നുള്ളതാണോ, നളരിയത്തു മുഹാക്കാത്തു അസ്വാഇ ത്വബിഇയ എന്നുള്ളതാണോ, നളരിയത്തു തൗഖീഫ് എന്നുള്ളതാണ്? ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നേരെ പെഡഗോഗി ഒക്കെ ഇതിലേക്ക് നിങ്ങൾക്ക് പോവാൻ തോന്നും. കാരണം നളരിയത്ത് എന്നുള്ള വാക്കൊക്കെ കണ്ടത് കൊണ്ടല്ലേ. ഓക്കെ, ഇതെന്താണ്, എന്താണ് എന്ന് നോക്കിക്കേ. ഇത് നളരിയത്തു തൗഖീഫ് എന്ന് പറയും. അതായത് നളരിയത്തു തൗഖീഫ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നളരിയത്തു ഇൽഹാമുൽ വഹി വ തൗഖീഫ് എന്നാ പറയാം. അതായത് നമ്മൾ പറയാം തൗഫീഖ് ചെയ്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. അതായത് ഭാഷ എന്താണ്, അള്ളാഹു താല മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതായത് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് അവിടെയുള്ള അതാണ് ആദം നബി അലൈഹി സ്വലാമിന് ഓരോ 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 വസ്തുക്കളുടെ പേരുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന. ആ ഒരു തിയറിയാണ് എന്ത്, ഈ പറയുന്ന നദരിയത്തുൽ ഇൽഹാമി വൽ വഹീ വ തൗഖീഫ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഈ ഒരു സംഭവം പറയുന്നത് നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന ഹെർക്കുലീസ് ആയിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ഫിലോസഫി നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുന്നത്. പിന്നീട് ഡൊണാൾഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലോസഫറാണ് പിന്നീട് മോഡേൺ രംഗത്ത് ഇത് ഈ ഒരു തിയറി കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അയ്യ ലുഹ്ജ അൽ ഫുസ്ഹ അല്ലദി ഖാമത് അലൈഹ ലുഗത്തു അശ്റു ജാഹിലി, ജാഹിലിയ കവിതകൾ
ഏത് ഫുസ്ഹയായിട്ടുള്ള ലഹ്ജയിലാണ്, സ്റ്റൈലിലാണ് ഉണ്ടായിരുന്നത്? ലഹ്ജത്തുൽ ജനൂബിലാണോ, ഷിമാലിലാണോ, നജിദുകാരുടേതിലാണോ, മദീനക്കാരുടേതിലായിരുന്നു? ഏതിലായിരുന്നു? നജിദുകാരുടെ കാരണം നമുക്കറിയാൻ പറ്റുന്ന ഹിജാസികളായിരുന്നു, കൂടുതൽ ആൾക്കാരും ഹിജാസികളായിരുന്നു. അതായത് ഹിജാസിൽ പെട്ട സ്ഥലത്തായിരുന്നു അധികമായിട്ട് അറബി കവിതകൾ നിന്നിരുന്നത്. ഇപ്പൊ നജിദ് പ്രദേശം, അതുപോലെ തന്നെ ഹിജാസി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലായിരുന്നു അധികമായിട്ട്, പ്രത്യേകിച്ച് ഖുറൈശി കബീലയുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ഈ നജിദ് പ്രദേശത്തോട് കിടപിടിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്ത് ഇത്തരത്തില് നമുക്ക് പറയാൻ പറ്റുക. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന അഫ്സഹുൽ അറബി ബിയദി അന്നി മിൻ ഖുറൈശ്, ഞാനാണ് ഏറ്റവും നന്നായി ഫസിഹായ ഭാഷ സംസാരിക്കുന്നത്, കാരണം ഞാൻ ഖുറൈശികളിൽ പെട്ടവനാണ്. അപ്പൊ ഖുറൈശികളിൽ പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ പോയിന്റ് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഖുറൈശിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശി ആയതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹം വളരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്സഹുൽ അറബാണ്. അപ്പൊ ഖുറൈശികൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്ത്? നജിദ് എന്ന് പറയുന്ന പ്രദേശം. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. യഅറഫു ശുഅബ് ബി കഹ്താൻ, ഈ ശുഅബ് കഹ്താന്റെ നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബായിദാക്കൾ എന്നാണോ, ആരിബാക്കൾ എന്നാണോ, മുസ്തഅറബാക്കൾ എന്നാണോ? യെസ്, ആരിബാക്കളാണ്. കാരണം അറബികളെയാണ് നമ്മൾ കഹ്താനികൾ എന്ന് പറയാറുള്ളത്. അറബികളാണ്. അത് ജുനൂബ് ജസീറത്തുൽ അറബിയയിലാണ് അവരുടെ അസ്ലും അടങ്ങുന്നത്. അറബ് ബിൻ കഹ്താനിലേക്കാണ് ഇവരുടെ നിസ്ബം അടക്കുന്നത്. പ്രധാനപ്പെട്ട ചില കബീലകളാണ് ഇവരുടെ: ഹിമ്യർ, കഹ്ലാന്, അസ്ദ്, ലഹ്മ്, ഹിന്ദ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ ഈ ആരിബാക്കളുടെ. എന്നാൽ ബാഹിദാക്കൾ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന അറേബ്യൻ സമൂഹമാണ് ഈ പറയുന്ന ബാഹിദാക്കൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിനൊക്കെ മുമ്പ് തന്നെ നശിച്ചു പോയിട്ടുള്ള ഒരു കബീലക്കാരാണ് ഈ പറയുന്ന ബാഹിദാക്കൾ എന്ന് പറയാം. അവർക്ക് വളരെ വലിയ ചരിത്ര ഗോപുരങ്ങളും വളരെ വലിയ എന്തുണ്ടായിരുന്നു, വളരെ ചെറുതാണെങ്കിൽ പോലും, എണ്ണത്തിൽ ചെറുതാണെങ്കിലും കൂടി നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് എന്തുണ്ടായിരുന്നു, കെട്ടിടങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആദ് ഗോത്രക്കാര്, സമൂദ് ഗോത്രക്കാര്, തൊസ്മ്, ജുദൈസ്, സിഹാർ, ജാസിം, വബാര തുടങ്ങിയിട്ടുള്ളവർക്ക് എന്താണ്, ബാഹിദാക്കളിൽപ്പെട്ടതാണ്. എന്നാൽ അദ്നാനിലേക്ക് ചേർക്കപ്പെടുന്നതാണ് മുസ്തഇറാബാക്കൾ എന്ന് പറയാം. അദ്നാനികളിലേക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് നിസ്ബയൊക്കെ നമുക്ക് പറഞ്ഞു വരും. അതായത് ഇസ്മായിൽ ബിൻ അലൈഹിസ്സലാമിന്റെ മകനായിരുന്ന അദ്നാനിലേക്ക് ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു കബീലയാണ് മുസ്തഇറാബാക്കൾ എന്ന് പറയുന്നത്. നിസാരികള്, റബിയാക്കള്, മുവറുകള്, ഈ മുവറിൽപ്പെട്ടതാണ് ഖുറൈശികൾ. ബക്കർ, തഹ്ലബ്, ദുബിയാൻ തുടങ്ങിയവയെല്ലാം എന്താണ്, മുസ്തഇറാബാക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. മാദാ ഹുവ ഇസ്മു നാദിൻ ഖുറൈശിൻ വഹുവ മജ്മഉൽ മല്ല വസ്സറ വയതശാവറൂന ഫീഹാ മഹാമി ഉമൂരിഹിം. അതായത് ഇത് ഖുറൈശികളുടെ ഒരു ക്ലബിന്റെ പേരാണ്. നാദ് എന്ന് വെച്ചാൽ ഒരു ക്ലബ് എന്നാണ്. വഹും മജ്മഉൻ, അതൊരു കൂട്ടമാണ്. മലാഹിൻ വസറായിൻ, അതായത് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും. ഈ സമയത്ത് യതശാവറൂന ഫീഹാ ഫി മുഹാമി ഉമൂരിഹിം, അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സന്തോഷവേളയിലാണ് അവർ ചർച്ച ചെയ്യാറുള്ളത്. ഇത് ഏത് സ്ഥലമാണ് എന്നുള്ളതാണ്. ദാറുൽ നെദ്വയാണോ, ദാറുൽ അർക്കാമാണോ, ദാറുൽ ഇആസത്താണോ, ദാറുൽ അമാനാണോ എന്നുള്ളതാണ് ചോദ്യം. ദാറുൽ നെദ്വയ്ക്ക് നമ്മൾ പറയുന്നതാണ്. അപ്പൊ ദാറുൽ നെദ്വ എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോകാം. അതായത് മക്കയിൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് ഒരു കൂട്ടം കൂടുന്ന ഒരു സ്ഥലമായിരുന്നു ദാറുൽ നെദ്വ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മക്കയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കൂട്ടമല്ല ദാറുൽ നെദ്വ എന്ന് വെച്ചാൽ. ഖുറൈശികളിൽപ്പെട്ടതും ഖിന എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട, ഖുറൈശികളിൽപ്പെട്ടതും ഖിന എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട എന്താണ് കബീലയുടെ ആൾക്കാരായിരുന്നു ദാറുൽ നെദ്വയിൽ ഒരുമിച്ച് കൂട്ടിയിരുന്നത്. ഈ ദാറുൽ നെദ്വ സ്ഥാപിക്കുന്നത് ഉസയ്യിബിന് കിലാബ് എന്ന് പറയുന്ന വ്യക്തി 460 ഹിജ്റയിലാണ്. 460 മീലാദിയിലാണ് എന്ത് ചെയ്യുന്നത്,
ഉസയ്യിബിന് കിലാബ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വഖഅത്ത് അൽ ഹർബിൽ ബസൂസ്, ഇനി യുദ്ധങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വഖഅത്തുൽ ഹർബിൽ ബസൂസ് ബൈന ഖബീലത്തെ, ഏതൊക്കെ ഗോത്രങ്ങൾക്കിടയിലാണ് ബസൂസ് യുദ്ധം നടക്കുന്നത്? അബ്സ് ഗോത്രത്തിനും ലുബിയാൻ ഗോത്രത്തിനും ഇടയിലാണോ? ബക്കർ തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിലാണോ? അതല്ല കിനാന ഗോത്രവും നളർ ഗോത്രങ്ങൾക്കിടയിലുമാണോ? ഖുറൈശികളും പേർഷ്യക്കാരും തമ്മിലാണോ? ആരൊക്കെ തമ്മിലാണ്? ബക്കർ തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിലാണ് എന്ത് ചെയ്യുന്നത്? ഹർബിൽ ബസൂസ് യുദ്ധം നടക്കുന്നത്. അപ്പൊ ഹർബിൽ ബസൂസിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി പോകാം. ബക്കർ തഗ്ലബ് ഗോത്ര റബിയ ഗോത്രത്തിൽപ്പെട്ട ബക്കർ ഗോത്രക്കാർക്കും തഗ്ലബ് ഗോത്രക്കാർക്കും ഇടയിലാണ് നടക്കുന്നത്. ബസൂസ് എന്ന് പറയുന്ന ഒരു ഒട്ടകത്തെ, ഈ ജുസാസ് ബിൻ മുറാദുൽ ബക്കിരിയുടെ ഒട്ടകമായിട്ടുള്ള ബസൂസ് യുദ്ധത്തെ കുലൈബ് ബിൻ വായിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. അത് കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഏകദേശം 40ഓളം വർഷം നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമാണ്. അതിന്റെ ഒരു ബത്തിൽ എന്ന് പറയുന്നത് മുഹൽ ബിൻ റബിയാണ്. ഇനി മറ്റൊരു ചോദ്യമാണ് ഹർബ് സിബാക്ക്. ഈ ഹർബ് സിബാക്ക് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? ഒരു പക്ഷേ നമുക്ക് ഹർബ് സിബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂല അല്ലെ? ഈ മറ്റൊരു പേരാണ് എന്ത്? ഹർബ് ദാഹിസ് വൽ വബറ. ദാഹിസ് വൽ വബറ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? അബ്സ് വ ദുബിയാനാണോ? ബക്കർ തഗ്ലബാണോ? മുഹൽഹിൽ വ കുലൈബാണോ? ദാഹിസ് വബറ ആണോ? ആരൊക്കെ തമ്മിലാണ്? അബ്സ് ദുബിയാൻ ഗോത്രത്തിലാണ്. അതായത് ഈ രണ്ട് കുതിരകൾ തമ്മിലുള്ള, ദാഹിസും ഒബറാവും എന്ന രണ്ട് കുതിരകൾ തമ്മിലുള്ള ഒരു എന്താണ് മത്സരം നടന്ന ഒരു യുദ്ധത്തെയാണ് നമ്മൾ ഹർബ് സിബാക്ക് എന്ന പേരിൽ ഹർബ് ദാഹിസ് വൽ ഒബറാഇനെ പറയപ്പെടാറുള്ളത്. അത് അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിലാണ് നടന്നത്. 40ഓളം വർഷം നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമാണ്. ഇതിന്റെ ബത്തൽ എന്ന് പറയുന്നത് അൻതറയാണ്. അൻതറത്തു ബിൻ ഷദ്ദാദ് അൽ അബ്സിയാണ്. ഇനി പ്രധാനപ്പെട്ട അസ്വാഖുൽ അറബ് ഏതൊക്കെയാണ്? ദുൽ മജാസ്, സൂരിയ, ഉക്കാല്, ഉക്കാല് മജന്ന, സൂരിയ, ഉക്കാല് മദീന, സൂരിയ, ഉക്കാല് മജന്ന, ദുൽ മജാസ്. ഏതൊക്കെയാണ് വരുന്നത്? യെസ്, ഉക്കാല് വരുന്നുണ്ട്, അതുപോലെ തന്നെ മജന്ന വരുന്നുണ്ട്, ദുൽ മജാസ് വരുന്നുണ്ട്. ഓക്കെ, ദുൽ മജാസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി, മിൻ അഷ്ഹരി അസ്വാഖി മക്ക ഫിൽ അസ്ൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ മക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സൂക്ക് ഏതാണ്? നഹിലയാണോ? ത്വായിഫാണോ? മജന്നയാണോ? കറമാണോ? ദുൽ മജന്ന എന്ന് പറയുന്ന അതാണ്. ഓക്കെ, കിനാന ഗോത്രക്കാരുടെ ഒരു എന്താണ് അവരുടെ രാജ്യത്തായിരുന്നു ഈ പറയുന്ന മജന്ന എന്ന് പറയുന്ന സൂക്ക് നിലനിന്നിരുന്നത്. അത് ഈ ദുൽഖഅദ് മാസത്തിലെ അവസാനത്തെ 10 ദിവസമായിരുന്നു ഇതുണ്ടായിരുന്നത്. നമുക്കറിയാം ഒക്കാദ് ചന്ത എന്ന് പറയുന്നത് നഹിലയ്ക്കും തോയിഫിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? നിലനിന്ന് മക്കയ്ക്കും തോയിഫിനും ഇടയിലാണ് നിലനിന്നിരുന്നത്. അത് ദുൽഖഅദ് 1 മുതൽ 20 വരെയായിരുന്നു എന്ത് ചെയ്യുന്നത്? അത് നിന്നിരുന്നത്. മലിക്കത്തുൽ അസ്വാഖ് ഫിൽ ജാഹിലിയ എന്നറിയപ്പെടുന്നതാണ് സൂഖ് ഉക്കാദ്. എന്നാല് അതിനുശേഷമുള്ള ബാക്കിയുള്ള 10 ദിവസങ്ങളിലാണ് ദുൽ മജന്ന എന്ത് ചെയ്യുന്നത്? അത് നിന്നിരുന്നത്. അതെവിടെയാണ്? മക്കയ്ക്ക് സമീപമുള്ള കിനാനക്കാരുടെ ഗോത്രത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇനി ഒരു ചോദ്യം, മസാദിർ ഷിറുൽ ജാഹിലി വ ഖീമത്തുഹ താരിഖിയ. മസാദിർ ഷിറുൽ ജാഹിലി വ ഖീമത്തുഹ താരിഖിയ എന്ന് പറയുന്നത് മിൻ അഹമി ദിറാസാത്തി നഖ്ദിയ, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിരൂപണ പഠനമാണ്. ഹൗല ഷിറുൽ ജാഹിലി, ജാഹിലി കവിതകളെ പറ്റി. സ്വാഹിബഹു, അതിന്റെ റൈറ്റർ ആരാണ്? ത്വഹ ഹുസൈൻ ആണോ? ഹമ്മാദ് റാബിയയാണോ? നാസിറുദ്ദീൻ അൽ അസദാണോ? അൻവർ അൽ ജുന്ദിയാണോ? ആരാണ്? നാസിറുദ്ദീൻ അൽ അസദിന്റെയാണ്. എന്നാൽ ഹമ്മാദ് റാബിയയ്ക്ക് ഒരു പ്രശസ്തമുണ്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ജംഉൽ മുഅല്ലഖാത്ത്, മുഅല്ലഖാത്തുകളെ ജംഉ ചെയ്യുന്നവരാണ് ഹമ്മാദ് റാബിയാണ്. ഇനി ഒരു ചോദ്യമാണ്, ഇനി സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹുവ തഅബീർ അൽ ഹയാത്ത്, ജീവിതത്തെ കുറിച്ച് വർണ്ണിക്കാൻ. ഔ ബഅലുഹ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളെ. ബിഇബാറത്തിൻ ജമീല, വളരെ സുന്ദരമായ മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട്
ജീവിതത്തിന്റെ ചില കാര്യങ്ങളെ വർണ്ണിക്കുന്നതിന് എന്താണ് പറയുന്നത്? ഗ്രാമർ എന്നാണോ, സാഹിത്യം എന്നാണോ, ബലാഗ എന്നാണോ, അറൂദ എന്നാണോ? നമുക്കറിയാം സൗന്ദര്യ ശാസ്ത്രമാണ് ബലാഗ എന്ന് പറയുന്നത്. എന്നാല് ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്? വ്യാകരണ ശാസ്ത്രമാണ്. ഈ ബലാഗയിൽ തന്നെ കവിതാപരമായിട്ടുള്ള സൗന്ദര്യത്തെയാണ് നമ്മൾ അറൂദത്ത് എന്ന് പറയുന്നത്. എന്നാൽ ജീവിതവുമായി ചേർത്തിരുന്ന് വായിക്കുമ്പോൾ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ, ജീവിതത്തിലുള്ള നിരാശകളെ, ജീവിതത്തിലുള്ള സന്തോഷങ്ങളെ, ആഹ്ലാദങ്ങളെ, തോന്നലുകളെ, എക്സ്പീരിയൻസുകളെ, നമ്മുടെ ഭാവനകളെ ഒക്കെ നമ്മൾ പ്രതിപാദിക്കുന്ന എന്തിലൂടെയായിരിക്കാം? അദബ് എന്ന കാറ്റഗറിയിലാണ്, സാഹിത്യം എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി ഇതിനെ തന്നെ രണ്ട് രൂപത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്, ഗദ്യം എന്നും പദ്യം എന്നും. എന്നാൽ എന്താണ് കലാമുൽ മൗസൂൻ അൽ മുക്കഫ? വസിനും കാഫയും ചേർന്ന സംസാരത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ഖുദാമത്ത് ബിൻ ജഅഫർ പറയാണ്, അശ്ഇറു കലാമുൽ മൗസൂൻ അൽ മുക്കഫ യദുല്ലു അലൽ മഅന. ഒരാശയത്തെ അറിയിക്കുന്ന വസിനും കാഫയും ചേർത്ത സംസാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കവിത എന്ന് പറയുന്നത് എന്ന് ആര് പറഞ്ഞു? ഖുദാമത്ത് ബിൻ ജഅഫർ പറയാണ്. ഇനി മറ്റൊരു ചോദ്യമാണ്, ഹുവല്ലദി യർവി സീറൻ വബുത്തൂലാത്തിൻ താരിഹിയ. ഹുവല്ലദി യർവി, അത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സീറൻ, കഥകളെയും, ബുത്തൂലാത്തി താരിഹിയ, ചരിത്രപരമായിട്ടുള്ള ഹീറോസിനെ കുറിച്ചും പറയുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്ന കവിതകൾ ഏതാണ്? ഷീറു തംസീലിയാണോ, ഷിറുൽ ഗിസാലിയാണോ, ഷിറുൽ ഖസസിയാണോ, ഷിറുൽ ഖൈനാഇയാണോ? ഇതില് ഒരു 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 രസകരമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷിറുൽ ഗസാലി എന്ന് പറയുന്ന ഒരു കവിത ഇല്ല. അപ്പൊ നമുക്ക് അതിനെ തന്നെ ആദ്യം ഇങ്ങോട്ട് കളയാം. ഇനി എന്തൊക്കെയുണ്ട്? ഷിറു തംസീലി ഉണ്ട്, ഷിറു ഖിസസി ഉണ്ട്, ഷിറു ഖൈനാഇ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഏതാണ് ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഷിറുൽ ഖിസസിയാണ്. അപ്പൊ നമുക്ക് ഷിറുകളെ നമ്മൾ 3 രൂപത്തിലാണ് പറയുള്ളത്. ഒന്ന് ഷിറുൽ ഖൈനാഇ, അതിൽ വിജ്ദാനി, അതായത് വൈകാരികതകൾക്ക് പ്രാധാന്യം കൊടുക്കുക, രാഗാത്മകമായിട്ടുള്ള കവിതകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പ്രത്യേകിച്ചും അവരുടെ അകത്ത് എന്ത് ചെയ്യുന്നത്? തന്റെ നഫ്സിനെ പറ്റി, അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായങ്ങളെ പറ്റി, തങ്ങളുടെ വൈകാരികതകളെ പറ്റി, ഗസ്ല്, വസ്ഫ്, ഹിമാസത്ത്, മദ്ഹ്, റിസാ, ഹിജാ, ഫഖ്ർ, സുഹ്ദ്, ഹിക്മത്ത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തങ്ങളുടെ അഭിപ്രായങ്ങളെ പറ്റി കവി സംസാരിക്കുന്ന ഷിറുൽ ഖിനാഇ എന്ന് പറയാം. അതിന്റെ മറ്റൊരു പേരാണ് ഷിറുൽ വിജ്ദാനി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു കാറ്റഗറിയാണ് ഷിറുൽ ഖിസസി, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഷിറുൽ മൽഹമി എന്ന് പറയാം. അപ്പൊ മൽഹമി എന്നൊക്കെ നമുക്കറിയാം, എപ്പിക് കവിതകളാണ്. അതായത് ധീര കവിതകളെന്നോ, അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ചരിത്ര കവിതകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് മൽഹമത്തായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുക. അതേപോലെ തന്നെ യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം ഈ അറബികൾക്കിടയിൽ പണ്ട് ഈ ഗ്രീക്ക് സാഹിത്യകാരന്മാർക്കിടയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് എല്ലിയഡും ഒഡീസയും. ഈ രണ്ടും ഈ രണ്ടും ഈ പറയുന്ന ഷിറുൽ മൽഹമിക്ക് ഉദാഹരണം. പിന്നെ ഷിറു തംസീൽ എന്ന് വെച്ചാൽ നാടക കവിതകളാണ്. നമുക്കറിയാം ഷിറുൽ മസ്റഹി എന്ന് അതിനെ പറയാറുണ്ട്. അഹമ്മദ് ഷൗക്കിയും അസീസ് അബാദയും ഒക്കെ പ്രശസ്തമാകുന്നത് ഇത്തരത്തിലുള്ള നാടക കവിതകളിലൂടെയാണ്. നമ്മുടെ ഈ ഈജിപ്തിലെ ഒപ്പേറ ഹൗസ് എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നാടക കവിതകൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും റൈറ്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. റൈറ്റ് അക്കാദമിയുടെ കീഴിൽ PSCയുടെയും കേട്ടറ്റിന്റെയും നെറ്റിന്റെയും ഒക്കെ കോഴ്സുകൾ നടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് യൂട്യൂബ് ചാനലിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു പഠനം നിങ്ങളിൽ എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള PSC പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേര് ആ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതും ആദ്യ റാങ്കുകൾ തന്നെ ആക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.